മോശമായ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും CCTV ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വളർന്നു എന്നുള്ളത് അറിയാത്ത കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എസ്പെഷ്യലി കുറച്ച് പ്രായം, ഇപ്പോൾ ഈ അടുത്തൊരു 1 year പോലും ആയിട്ടില്ല, ഒരു ട്രെയിനിൽ ഞാൻ 50-60s ഉള്ള ഒരാൾ അവിടെ ഇരുന്ന് അയാളുടെ പ്രൈവറ്റ് പാർട്ട് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ കൈവരും. അവളുടെയൊക്കെ പ്രായത്തിൽ ഞാൻ ഒന്നും പ്രതികരിക്കുമായിരുന്നില്ല. പേടിയോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വെറുതെ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു അവരോട് ഒരു തവണ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. അപ്പൂപ്പന് പറയാനുള്ള ഒരാളായാലും എന്താ ഇപ്പം കാണിക്കണമെന്ന് പറയാനുള്ള ഒരു ആർജവം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അതിന് ഉള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു സിനിമയാണ്, ഒരു ഷോർട്ട് മൂവിയാണ് നമ്മുടെ മരം. ഹായ്, മൂവി വേൾഡിൻ്റെ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ രാജി. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഒഫീഷ്യൽ എൻട്രി വരെ ലഭിച്ച മരം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ടീം അംഗങ്ങളാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. എല്ലാവരും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഇവിടെ തൊട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ? എൻ്റെ പേര് മീര മോഹൻദാസ്. ഓക്കെ, എവിടെ നിന്ന് വരുന്നേ? ആലപ്പുഴ, പറവൂർ. ഓക്കെ. ഞാൻ ചിത്ര പൈ, കൊച്ചി സ്വദേശിനിയാണ്, ആർട്ടിസ്റ്റാണ്, ആക്ടർ ആണ്, ആങ്കർ, സിംഗറൊക്കെയാണ്. ഓക്കെ. പ്രൊഫഷണലായിട്ട് ഷോസ് ചെയ്യുന്നുണ്ട്, TV-യിലും സ്റ്റേജ് ഇവൻസും മൂവീസ്, ഷോർട്ട് മൂവീസ്, അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ജീവിതം നന്നായിട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു. പേര് നസീർ മുഹമ്മദ്, സ്ഥലം ഷൊർണൂരാണ്, ഇപ്പോൾ താമസം എറണാകുളത്താണ്. കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു നായകനാവുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് മരം എന്നുള്ളത്. ഇപ്പോൾ ധ്യാൻ്റെ ഒരു പടം കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പേര് മാനുവൽ ടി മലയിൽ, ആക്ടറാണ്, എറണാകുളം സ്വദേശം. 3-4 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താണ് മരം? മരം ഒരു നല്ല മെസ്സേജ് തരുന്ന, സൊസൈറ്റിക്ക് എസ്പെഷ്യലി പെൺപിള്ളേരാവട്ടെ ആൺപിള്ളേരാവട്ടെ ആർക്കാണെങ്കിലും നല്ലൊരു മെസ്സേജ് തരുന്നൊരു ഷോർട്ട് ഫിലിമാണ്. 22 മിനിറ്റ് നീളമുള്ള ഒരു ഷോർട്ട് മൂവി. അതിൽ ഒരു വുമൻ എംപവർമെൻറ്റ് ഒരു ഷോർട്ട് ഫിലിമായിട്ടും ഇതിനെ കണക്കാക്കാം. എന്തായാലും അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത മോളിവിടെ ഇരിപ്പുണ്ട്. മോൾ ആദ്യം അതിനെപ്പറ്റി പറയട്ടെ. അതിനുശേഷം ഞാൻ പറയാം. എന്താണ് മീര പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഷോർട്ട് മൂവിയിലെ അഭിനയമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ അമ്മ എനിക്ക് ബാഡ് ടച്ച്, ഗുഡ് ടച്ചിനൊക്കെ പറ്റി പറഞ്ഞു തരും. ഒരാളോട് മാന്യമായിട്ട് സംസാരിച്ച് കൈകാര്യം ചെയ്യണം. എന്നിട്ട് അവരോട് എന്താണ് പറഞ്ഞോ, ലൈക്ക് ഈ മൂവി ബേസിക്കലി നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്തരാം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോൾ CCTV അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലും ബാഡായിട്ട് ചീത്തയായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഇന്നത്തെ അത്രയും ഒരു പഠനമൊന്നും അന്ന് പറഞ്ഞു തന്നിരുന്നില്ല. പാരൻസ് ആവട്ടെ ആരെങ്കിലും ആവട്ടെ, ഇതാണ് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. അപ്പോൾ ആരെങ്കിലും ചീത്തയായിട്ട് ഞങ്ങളോട് പെരുമാറിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് റിപ്പോർട്ട് ചെയ്യണോ പറയണോ എന്നറിയില്ല. അഥവാ നമ്മൾ പോയി പറഞ്ഞാലും നീ മിണ്ടണ്ട, നീ ഇത് മറന്നേക്ക് എന്നായിരിക്കും ആ സമയം. അത് എൻ്റെ വീട്ടിൽ നിന്നല്ല, ഞാൻ ജനറലി ആ കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരിലും ബോധവൽക്കരണം നടത്തുന്നുണ്ട്, പാരൻസ് തന്നെ. ഇതാണ് ഗുഡ് ടച്ച്, ഇതാണ് ബാഡ് ടച്ച്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇന്ന സ്ഥലങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം, ടീച്ചറിനോട് പറയണം, പാരൻസിനോട് വന്ന് പറയണം. നല്ലൊരു സപ്പോർട്ടാണ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഫിലിം ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നമ്മളോട് ബാഡായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രതികരിക്കണം. പക്ഷേ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതയാൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത്. അതെ അല്ലേ? അവിടെ ഒരു യുദ്ധം ഉണ്ടാക്കുന്നതിലും ഇഫ് വി ആർ ടെല്ലിങ് സംതിങ് ടു ഹിം ആൻഡ് ഇഫ് ഹി ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അത് നല്ലത്. അങ്ങനെ ഒരു മെസ്സേജ് തരുന്ന, എന്നാൽ വുമൺ എംപവർമെൻ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. മോൾക്ക് സ്കൂളിലെ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഇപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്? അപ്പോൾ എടുക്കാറുണ്ട്. അതിനെപ്പറ്റിയാണെങ്കിൽ ടീച്ചറും പറയും ബാഡ് ടച്ച്, ഗുഡ് ടച്ച്. പിന്നെ നിങ്ങൾക്ക് ആരോടൊക്കെ ഇത് പറയാൻ പറ്റും, നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ നല്ലത് പറഞ്ഞു തരണമല്ലോ. അപ്പോൾ അമ്മയാണോ അല്ലെങ്കിൽ അച്ഛനാണോ, അങ്ങനെയൊക്കെ. എനിക്ക് കൂടുതൽ അമ്മയുടെക്കാണ് പറയാൻ കൂടുതൽ ഒരു ഇതുള്ളത്. അപ്പം അമ്മ എനിക്ക് അതിനെപ്പറ്റി എന്താണെന്നുള്ളതും പറഞ്ഞു തരും, എങ്ങനെ ഇടപഴകണം അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ തരുകയും ചെയ്യും. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് മൂവിയിലോട്ട് വിളിച്ചപ്പോഴും ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു തന്നു എങ്ങനെ അഭിനയിക്കണമെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു? അവർ എനിക്ക് പേടി കൂടാതെ അവർ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പറഞ്ഞൊക്കെ തരും. അപ്പോൾ നമുക്ക് അഭിനയിക്കാൻ തോന്നും. സ്നേഹത്തോടെയാണ് പറയുന്നത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷനാണ് ഇടേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടാണ് പറയുന്നത്. അപ്പം
നമുക്ക് പേടി കൂടാതെ അപ്പോൾ അഭിനയിക്കാൻ തോന്നും. തോന്നി? കൂട്ടുകാരോടൊക്കെ പറഞ്ഞു? കൂട്ടുകാരിക്ക് പറഞ്ഞപ്പോൾ അവർക്ക് പറയുന്നത് എളുപ്പം ഇറങ്ങട്ടെ, എനിക്ക് ഞങ്ങൾക്ക് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്, എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നല്ലൊരു ഷോർട്ട് ഫിലിം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിലേക്ക് തന്നെ എടുത്ത സജീഷ് അങ്കിളിനെ വളരെ നന്ദി പറയുന്നു. ഈ ഷോർട്ട് മൂവിയിലെ നായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാൾ തന്നെയാണ്, നായകനും വില്ലനും ഒരാള്. ഇതില് എന്താണ് ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സമൂഹത്തിൽ കാണുന്ന, നമ്മൾ പലരും കാണുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പ്രതിനിധിയാണ്. നമ്മൾ ബസ്സുകളിലും ട്രെയിനിലും അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തും കാണുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു സന്ദേശം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവരെ പോലുള്ള അത്ര സ്ത്രീകളൊക്കെ നേരിടുന്ന ചില അവസ്ഥകൾ, ഇത് കുറച്ചു കാലം മുന്നേ ഇതൊക്കെ ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല, എല്ലാം സൈലൻ്റാണ്. അവർക്കത് പറയാൻ അയ്യോ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ചീത്തയാവുന്നുള്ള ഒരു സംഭവത്തിലേക്കാണ്. ഇപ്പം ഇന്ന് അതല്ല, ഇന്നിപ്പോൾ കാലം മാറി. ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കേണ്ട ഒരു സമയത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവരത് പ്രതികരിക്കുന്നുണ്ട്. നമ്മളൊരു മോശമായിട്ടൊരു സാധനം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു നോട്ടം കൊണ്ടെങ്കിലും അവർ എന്താ എന്നുള്ള നോട്ടമെങ്കിലും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തിന് ചെയ്യാന്ന് കിട്ടിയതിൽ അത് ചെയ്യാൻ വലിയ ഭാഗ്യമാണ് തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ചോളം ഇതിലിപ്പോൾ ഒരു നായകനും വില്ലനും തമ്മിലൊരു സംഭവമാണ്. പിന്നെ ഈ ഷോർട്ട് ഫിലിം നമുക്ക് എല്ലാവർക്കും എത്തിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും ഇത് കാണാതെ പോകരുന്ന എൻ്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാവർക്കും ഒരു സന്ദേശമുണ്ട്. ഒരു മരം എന്ന് പറഞ്ഞ തണൽ, ആ തണൽ നിൽക്കുന്ന ഇപ്പം ഒരമ്മയുടെ തണൽ നിൽക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അവർക്ക് അത് അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഈ പറയുന്ന പ്രതിനായകനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രതിനായകൻ നൈസായിട്ട് പറഞ്ഞു വിടുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ നായിക കഥാപാത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും കാണുന്നൊരു ഷോർട്ട് ഫിലിം തന്നെയാണ്, എല്ലാവരും കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. അതെ. ചേട്ടൻ്റെ റോള് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പ്രത്യേകിച്ച് ഒറ്റ സീനിലേ ഞാനുള്ളൂ, എനിക്ക് ഡയലോഗ്സ് ഒന്നുമില്ല. പക്ഷേ അതൊരു സീനാണ്. സീനാണ്. ഭയങ്കര പവർഫുൾ ആണ്. അതെ, ഒന്ന് അടി കൊടുക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പലരും പറഞ്ഞത്, കണ്ടവർ പലരും പറഞ്ഞിരുന്നു. സജീഷ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു, ഇത് ശരിയാകുമോ, അതെ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരെങ്ങനെ വിചാരിക്കും, ഇത് കാണുന്ന ആൾക്കാർ. എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പം ആ പിള്ളേർക്കൊന്നും അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല, എങ്കിൽ പോലും മറ്റുള്ളവർ എങ്ങനെ അവർ വിചാരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നി. പിന്നെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കടപ്പാടുള്ളത് സജീഷുമായിട്ടാണ്. അതെ, വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. എൻ്റെ ഫസ്റ്റ് ഫിലിം എൻ്റെ ഇത് പോസ്റ്റർ ഡിസൈൻ ചെയ്ത സജീഷാണ്. അന്നോട്ടുള്ള പരിചയമാണ്, അത് 2017 തൊട്ടുള്ള പരിചയമാണ്. സജീഷൻ 2-3 വേറെ ആൽബത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മീൻസ് ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയലോഗ് പോലും ഇല്ലെങ്കിൽ പോലും ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. അതെ, അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു വിഷയമാണല്ലോ. ഡെഫിനറ്റ്ലി. അതെ. അപ്പം എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ നേരിൽ കണ്ടിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ ഒക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാകുമ്പോഴത്തേന് നമുക്ക് ചിലരോട് നമ്മളിപ്പോൾ കണ്ടാലും നമ്മുടെ കൺമുൻപിൽ കണ്ടാലും പ്രതികരിക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും കാണുമല്ലോ എന്ന് ചിന്തിച്ച് അനങ്ങാതിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിനൊരു സന്ദേശം കൂടിയാണ്, അത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതെ, ഇപ്പൊ കുറെ കൂടെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ ചിലർ കുട്ടികൾ പ്രതികരിക്കും, അല്ലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് അവര് ചിന്തിക്കണ മാത്രല്ല, ഫാമിലിയിലാണെങ്കിലും അങ്ങനെ പറയും. നീ ഇങ്ങനെ പറഞ്ഞു നീ നോട്ടപ്പുള്ളി ആവില്ലേ, പിന്നെ നീ അതിന്റെ അതിന്റെ പുറകെ നിന്റെ കുറെ നാള് പോയില്ലേ, എല്ലാരും നിന്നെ ആ ഒരു ഇപ്പൊ മാനുലേട്ടൻ പറഞ്ഞില്ലേ, അത് പഴയകാല സിനിമയില് ഇപ്പൊ ഏതെങ്കിലും ഒരു വിമൻ ഈ പറഞ്ഞ പോലെ അവൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ വിവാഹത്തിന് മുന്നേ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവിടെ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ ഞാൻ എൽഡേഴ്സ് പറഞ്ഞാൽ കേട്ടിട്ടുള്ള അത്രയും പഴയ സിനിമ നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ലല്ലോ, ക്യാരക്ടറായി കാണാൻ ആൾക്കാർ പഠിച്ചു. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഇപ്പൊ ഒരു ഉദാഹരണം ചോദിച്ചല്ലോ, ഇപ്പം ഞാനൊക്കെ പണ്ട് ബസ്സിൽ ഇങ്ങനെ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പൊക്കെ ബസ്സിലത്തെ ശല്യങ്ങൾ നല്ലോണം കുറഞ്ഞു എന്ന് വേണം പറയാൻ. ബസ്സിലെ തിയേറ്ററിലെ ശല്യങ്ങൾ ഇപ്പൊ കുറഞ്ഞു. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. അതെ, ഒരു ക്യാമറ ഉള്ളത് കൊണ്ട് ശരിക്കും പേടിയുണ്ട്. അതെ, ഈവൺ ബസ് സ്റ്റോപ്പിലെ ശല്യങ്ങൾ, എന്തെങ്കിലും തമാശ കമന്റ് പറയല്,
അതൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ ഒക്കെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ കൈവരും, അതൊക്കെ ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുപ്പത്തിൽ ഇവളുടെയൊക്കെ പ്രായത്തിൽ ഞാൻ ഒന്നും പ്രതികരിക്കുമായിരുന്നില്ല. പേടിയോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെ നിന്നും ട്രെയിനിങ്ങും കിട്ടിയില്ല. പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ അപ്പോഴും ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ പോലും ഉള്ളിൽ നിന്നൊരു ബോധവൽക്കരണം ഉണ്ട്. അപ്പം ഇങ്ങനെ തോണ്ടലും അതൊക്കെ പറയുമ്പോൾ വെറുതെ ഇരിക്കണോട്ടാ, ഇങ്ങനെ ഒരു അവരോട് ഒരു തവണ പറഞ്ഞിട്ടുള്ളൂ ഞാൻ, പക്ഷെ അത് അവർ കേട്ടിട്ടുണ്ട്. പിന്നീട് അവർ ചൊറിയാൻ വന്നിട്ടില്ല, ഇങ്ങനെ തോണ്ടാൻ വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ പ്രതികരിച്ചു കഴിഞ്ഞാൽ പേടിക്കും. കാരണം നമുക്ക് ബസ്സിൽ ധൈര്യമായിട്ട് പ്രതികരിക്കാം, പ്രൊവൈഡഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദെയർ. അല്ലാതെ ഡൽഹിയിലത്തെ നമുക്ക് ആ ഒരു കേസായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവൾ ആകെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കാണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അങ്ങനെയുള്ളത് വെറുതെ ഇരിക്കണം കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ആൾ വന്നിട്ടേ ഇല്ല. അത് 1, 2, 3 സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴത്തെ കാലം വേഴ്സസ് പഴയ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നുണ്ട്, പറയേണ്ടത് പറയുന്നുണ്ട്, വീട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനോട് പറയുമ്പോഴും അവരുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസും പഴയതിനേലും വളരെ വളരെ ബെറ്ററാണ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്, ഹാവ് ടു സേ. ഇതിൽ ഇപ്പോൾ മനോട്ടം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം മുന്നേ, ഒരു 10-20 വർഷം മുന്നേ ഈ ഒരു ഏജിലുള്ള ആൾക്കാരുടെ ഒരു ശല്യങ്ങളൊന്നും അന്നുണ്ടായത് എനിക്ക് അല്ല, ഒരു 10-20 വർഷം അങ്ങനെ ഒരു ഒരു മധ്യവയസ്കന്റെ ഒരു പീഡനം ഇല്ല. അന്ന് അങ്ങനെ ഒരു പീഡനം, മധ്യവയസ്കൻ ഒരു 55-കാരൻ 65-കാരൻ ഒരു 13-കാരൻ പീഡിപ്പിച്ചു എന്നുള്ളത് അന്നും ഒരു 20 വർഷം മുന്നേ, അന്ന് അത്ര അല്ലെങ്കിൽ 10-15 വർഷം മുന്നേ അങ്ങനെ ഉണ്ടെന്ന് എനിക്കത് കാണില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും ശ്രദ്ധിച്ച് കാണാം. ഞാനിപ്പോൾ അടുത്ത് ഒരു ക്ലിപ്പിങ്സ് കന്നഡ അത് ഒരു മതപുരോഹിതൻ തൊട്ടപ്പുറത്തിരിക്കുന്ന അവർ ഇവിടുന്ന് കേരളത്തിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളൊക്കെ പുരുഷന്മാരും ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാളെന്തോ ചെയ്തു, പക്ഷേ തമിഴ്നാട്ടിലും കന്നഡയിലെ സ്ത്രീകളായതുകൊണ്ട് അവർ നന്നായി പ്രതികരിച്ചു, നന്നായി കൈകാര്യം ചെയ്തു. അതെ, അപ്പോൾ ഈ പ്രായം എന്നുള്ളത് ഇതിനൊരു മാനദണ്ഡമല്ല. അപ്പോൾ പക്ഷേ ആ മാനദണ്ഡത്തിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യാന്നുള്ള കഴിവ് ഈ കുട്ടികൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ സംഭവം. അതിനവർ ഇപ്പോൾ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഒരാളായാലും എന്താ ഇപ്പോൾ കാണിക്കണമെന്ന് പറയാനുള്ള ഒരു ആർജവം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അതിന് ഉള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ അതിനുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു സിനിമയാണ്, ഒരു ഷോർട്ട് മൂവിയാണ് നമ്മുടെ മരം. വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളൊരു അല്ലേ, നമ്മളൊരു ഓപ്പൺ ഡിസ്കഷൻ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും അത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പോൾ കുറേ കാലം മുന്നേ ഇപ്പോൾ കുട്ടികൾ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂൾ വല്ല ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, വീട്ടിലൊന്നും പറയേണ്ടത്. ഇപ്പോൾ കുട്ടികൾ തമ്മിലൊരു ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ്, അത് അച്ഛനമ്മ തമ്മിലൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഉണ്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ജോലിക്ക് പോകുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, രാത്രി വരുന്നു, അവർ പാചകം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, കുട്ടികൾ ഒരു ഭാഗത്ത് പഠിക്കുന്നു. ഇതാണ് എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു എന്താ സ്കൂളിൽ എന്താ ഉണ്ടായടാ അല്ലെങ്കിൽ എന്താണ് മോളെ ഉണ്ടായതെന്നും അന്ന് ചോദിക്കുന്നില്ല. പക്ഷേ ഇന്ന് കുറച്ചും കൂടി ഇവരൊക്കെ ആയിട്ട് എപ്പോഴും റിലേറ്റീവാണ്. അതായത് ഇവരെപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ അവിടെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് സ്കൂളിൽ എന്ത് സംഭവിച്ചു, ഇന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മാതാപിതാക്കൾക്കുണ്ട്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പത്രത്തിലും മറ്റുള്ള മുഖ്യധാര ഇതിലൊക്കെ വരുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്ര ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമ, ഒരു ഷോർട്ട് മൂവിയാണ് നമ്മുടെ ഈ മരം. എല്ലാവരും ബോൾഡ് ഇനഫുമാണ് പിള്ളേരൊക്കെ. കണ്ടില്ലേ, ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ഞാൻ പറയുന്നില്ല, എത്രയോ പേര് അതിന്റെ തന്റെ ഇടം കാണിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ, ഫോട്ടോ സഹിതം. ഇപ്പൊ ചിലർ ഇൻബോക്സിൽ വന്നിട്ട് വളരെ വൃത്തിയോടുള്ള മെസ്സേജുകളൊക്കെ അയക്കുന്നു. എത്രയോ പെൺപിള്ളേര് അത് ബോൾഡായിട്ട് തന്നെ അയാളുടെ ഫോട്ടോ സഹിതം അയാളുടെ മെസ്സേജ് സഹിതം ഇടുന്നവരും ഉണ്ട്. അല്ല, പേടിച്ചിരിക്കുന്നില്ല പണ്ടത്തെ പോലെ. അയ്യോ ഞാൻ ഇങ്ങനെയാവോ, എല്ലാവരും എന്നെ ഇങ്ങനെ കാണും, ഞാൻ ചെയ്ത ബഹുജന പലവിധമാണ്. നമ്മളങ്ങനെ ഇടുമ്പോൾ നമ്മളെ നല്ലതായിട്ടായിരിക്കും 95% കാണുന്നത്. ചിലർ മാത്രം വേറെ കണ്ണോടെ നമ്മളെ നോക്കും, ഇവളുടെ കയ്യിലിരിപ്പാണെന്ന്. ബട്ട് അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ ഇത്രയും CCTV ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വളർന്നു എന്നുള്ളത് അറിയാത്ത കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എസ്പെഷ്യലി കുറച്ച് പ്രായം, ഇപ്പോൾ ഈ അടുത്തൊരു 1 year പോലും ആയിട്ടില്ല, ഒരു ട്രെയിനിൽ ഞാൻ 3rd AC യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 50-60s ഉള്ള ഒരാൾ അവിടെ ഇരുന്ന് അയാളുടെ പ്രൈവറ്റ് പാർട്ട് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഞാനും വേറെ പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് അയാളുടെ അടുത്തൊന്നും പ്രതികരിക്കും എന്താണോ എന്ന് ചോദിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറക്കി എഴുന്നേറ്റുള്ളൂ. ഞാൻ അവിടെ കുറേ എൻ്റെ ബർത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് ഫാമിലീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് പോയി പറഞ്ഞു, ഒരാൾ അവിടെ ഇരുന്നിട്ട് വൃത്തിയോട് കാണിച്ചുകൊണ്ടിരിക്കണു, എന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന്. കാരണം എനിക്കൊരു ഒട്ടും മൂടുണ്ടായിരുന്നില്ല അയാളുടെ അടുത്ത് വഴക്ക് കുടിക്കാൻ. അപ്പം അവർ വന്നപ്പോൾ തന്നെ അയാൾ മാന്യനായിട്ട് അവിടെ ഇരിക്കുക.
ഒന്നും ആ ഒരു സംഭവിച്ചിട്ടില്ല. നല്ലൊരു ഉരുണ്ട കണ്ണുള്ള ഒരു തടിയുള്ള ഒരു ചേട്ടൻ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി. പക്ഷെ തല്ലാരൊന്നുമില്ല വന്നേ. ആഹാ ഈ പെൺകുട്ടി കണ്ടപ്പോഴേ പേടിച്ചാണോ? ആ അല്ല കണ്ടപ്പോഴത്തെ ആ പേടിച്ചാണോ? അയാൾ ഇങ്ങനെ നോക്കിയപ്പോ തന്നെ അയാൾ ഒന്നും അറിയാത്ത പോലെ എന്റെ സ്റ്റോപ്പ് വരുമ്പോൾ ഞാൻ ഇറങ്ങും കേട്ടോ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കാൻ തുടങ്ങി. പക്ഷെ ചില പെൺകുട്ടികളിൽ നല്ല പ്രതികരിക്കുകയും ചെയ്യും, നല്ല അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കുകയും ചെയ്യും. അതെ. അത് നമ്മൾ പൊതുവേ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രതികരിച്ച് വരുന്നതുകൊണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ക്യാമറ ഫോണൊക്കെ ആകുമ്പോൾ എല്ലാവരും അതിന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ റെഡിയാണ്. കാണുന്നവര് പലരുണ്ടല്ലോ, അപ്പൊ അവര് പ്രതികരിക്കാറുണ്ട്. അവര് മാഡം പറഞ്ഞ പോലെ തന്നെ അവര് ഫോട്ടോസ് എടുക്കാറുണ്ട്, വീഡിയോസ് എടുക്കാറുണ്ട്, FB-ലൊക്കെ ഇടാറുണ്ട്. അപ്പൊ തന്നെ അത് ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും. ഒരാൾ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ പ്രതികരിച്ചാലും മതിയല്ലോ. ഇത് യാത്ര പബ്ലിക് ട്രാൻസ്പോർട്ടോ അങ്ങനെയൊന്നും മാത്രമല്ല, ഫാമിലിയിൽ തന്നെ ഇതേപോലെ അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അനുഭവിക്കുന്ന എന്തോരം പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് കോളേജിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ അവിടെ പല പല അഭിപ്രായങ്ങൾ, വളരെ ബോൾഡായിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ പിള്ളേരൊക്കെ അവിടെ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമ ഞങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ജസ്റ്റ് ഈ പറഞ്ഞ 19-18 വയസ്സൊക്കെയുള്ള പിള്ളേരാണ്. അവരുടെ അഭിപ്രായം മീൻസ് അവർ അനുഭവിച്ച ദുരനുഭവങ്ങൾ, ഇതുപോലെ ആരെങ്കിലും ബാഡായിട്ടൊക്കെ പെരുമാറിയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ പങ്കുവെച്ച ഒരുപാട് പെൺപിള്ളേരുണ്ട്. ഈ കോളേജ് മൊത്തം ഇതിരുന്ന് കേൾക്കാണ്, പ്രിൻസിപ്പൾ എല്ലാവരും ഇരുന്ന് കേൾക്കാണ്. സോ ദേ ആർ ബോൾഡ് ഇനഫ് ടു ഷെയർ ദിസ് തിങ്സ് with all of them. So that's very great എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ തുറന്നു പറയുന്ന പിള്ളേരുണ്ട് ഇപ്പം. ഉണ്ട്. അല്ല അവിടെ തുറന്ന് പറയുകയും അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു കെട്ട് പൊട്ടിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഫാമിലിയിൽ നിന്ന് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മറ്റുള്ള റിലേറ്റീവിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സംഭവം പറഞ്ഞിട്ട് കുട്ടി അവിടെ ഭയങ്കരമായിട്ട് അതെ അത് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അവർ നമ്മൾ അറിയാണ്ട് പോകുന്ന കുറെ കാര്യങ്ങൾ നമുക്ക്. അല്ല ഇങ്ങനൊരു, എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ആരോടും പറയാനില്ലാത്തത് കൊണ്ട് അല്ലേ. ഇപ്പം പറഞ്ഞാൽ വീട്ടിലും പറയാൻ ചില പേര് പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം പറഞ്ഞാൽ പേരൻസിനോട് നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട വീട്ടിലെ വിണ്ടരുത്, ആരും അറിയില്ല, നമ്മുടെ ബന്ധുവാണ് അല്ലെങ്കിൽ ആരും അറിയരുന്നൊരു ചിന്തയിലാണ് പിള്ളേരോട് പറഞ്ഞു. നിനക്ക് തോന്നണതാണെന്ന് വിചാരിക്കും, നിന്റെ അടുത്ത് വാത്സല്യമുണ്ട് ചെയ്യണതാന്നൊക്കെ വിചാരിക്കും. ഇതിൽ ആ കുട്ടി അങ്ങനെ ഒരു പറയാൻ പ്രേരകമായത് നമ്മുടെ ഈ സിനിമ വലിയ സംഭവമാണ്. കാരണം ഞാൻ കുട്ടി ആ സിനിമ കണ്ടതിന് ശേഷമാണ് ആ കുട്ടിക്ക് പറയാനുള്ള ഒരു ഊർജ്ജം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി അത് ആരും പറഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മൾ ആ കുട്ടി പടം കണ്ടതിന് ശേഷം കുട്ടി വളരെ ഇമോഷണൽ ആയിട്ട് അവർ പറഞ്ഞത് അത് ഉള്ളിൽ തട്ടി നമ്മൾ പറയാറില്ല. അതെ, ഒരു അനുഭവം എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമല്ലോ. അതെ, അപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശം നമ്മൾ സിനിമ കൊടുത്തുകൊണ്ട് നമ്മുടെ സിനിമ അല്ല ആ കുട്ടിക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയൊരു വിജയമായിരുന്നു. അത് നമ്മുടെ സിനിമയ്ക്കായി. അല്ല ഈ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ വരണമെന്ന് ഇപ്പം പറയുന്നുണ്ട്. അതിപ്പം നമ്മൾ ഇപ്പം പല കാര്യങ്ങളും കുട്ടികൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, അല്ലെ എന്താണ് സംഭവിച്ചത് പോലും നമുക്ക് തിരിച്ചറിയത്തില്ലാത്ത അല്ലേ, അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം മോളുടെയൊക്കെ സ്കൂളിൽ അങ്ങനെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സാറുണ്ടായിരുന്നു. ആ സാറ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു ടീച്ചറും പോയി. അപ്പം അതിന് പകരം വേറെ സാറ് വന്നായിരുന്നു. അപ്പോൾ ആ സാറ് ഇച്ചിരി മോശമായിരുന്നു. പെൺപിള്ളേരോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുപ്പം കാണിക്കുമായിരുന്നു. ഇപ്പം ആൺപിള്ളേർ ഭയങ്കരമായിട്ട് തല്ലുകയൊക്കെ ചെയ്യും. പെൺപിള്ളേരോട് തല്ലുന്നതിന് വരും അവരെ പറയത്തേ ഉള്ളു, പറഞ്ഞിങ്ങനെ സോഫ്റ്റായിട്ട് പറയത്തേ ഉള്ളു. ഇപ്പം ഞാനിങ്ങനെ 2 വർഷം മുടിയൊക്കെ കെട്ടി സ്കൂളിൽ പോകുമ്പോൾ അയാളിങ്ങനെ തൊടുകയൊക്കെ ചെയ്യും, തോളത്തൊക്കെ തട്ടും. അപ്പം ഞാൻ അത് അമ്മയോടൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അമ്മ പറഞ്ഞ് ആ സ്നേഹം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചെന്ന് പറഞ്ഞമ്മ ഇങ്ങനെ ഈ സാറിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അടുത്ത് വന്നിരുന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ് സാറിനോട് ഇനി ഒത്തിരി അടുപ്പം കാണിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ബാക്കിയുള്ള പിള്ളേരോട് ഈ സാറ് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, മോശമായ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാറിനെ ഇപ്പോൾ പോലീസൊക്കെ പിടിച്ച് ഇപ്പോൾ ജയിലായിരുന്നു, ഇപ്പോൾ ഇറങ്ങി. ഭയങ്കര വൃത്തികെട്ടൊരു സാറായിരുന്നു. പെൺപിള്ളേരോട് അത്രയ്ക്ക് മോശമായിട്ടും അവരുടെ ഇപ്പം ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുക. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവർ ഇത് വീട്ടിൽ പോലും പറയത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോഴാണ് അവർ വീട്ടിൽ പറഞ്ഞ്, പിന്നെ അവർ ഇതൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഈ പിള്ളേരെ കരഞ്ഞു തുടങ്ങി. പിന്നെ പോലീസ് പിടിച്ചല്ലോ. പിന്നെ അപ്പം ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഇനി ഈ സാറിന് വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്.
അങ്ങനെ പല അല്ല സ്കൂളുകളിലും അതാ പറഞ്ഞു, അതായത് ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ഒരാളുടെ ഭാഗത്ത് തന്നെ അതെ അതെ ഒരു ഒരു കാര്യമാണ്. അധ്യാപകന്റെ അത് ഭാഗത്തുനിന്ന്. നമുക്ക് അല്ല ചിന്തിക്കാൻ ഇത് പറ്റില്ല. എനിക്ക് തോന്നുന്നു പല സ്കൂളുകളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും ആരും അറിയുന്നുമില്ല. സ്കൂളിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് യെസ്, അല്ലേ പല സ്കൂളുകളും അത് മൂടി വെക്കുന്നതും പുറത്ത് പറയാറില്ല. പറയാറില്ല. നമുക്ക് ഒരു ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ പോലും ആ. ചെറുപ്പത്തിലും ഇപ്പൊ ഇവർക്കൊക്കെ എല്ലാവരും പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണത്. ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ പോലും ഒരാള് വേട്ട ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എവിടെയോ ഒരു ദൈവിക അല്ലെ നമുക്ക് നമുക്ക് മനസ്സിലാവും. അപ്പൊ മോൾക്കും മനസ്സിലായില്ലേ? ജസ്റ്റ് ചെയ്യുമ്പോ മനസ്സിലാവും. മനസ്സിലാവും. അത് അതുപോലെ ബാഡ് ടച്ച് ആണ്, ഗുഡ് ടച്ച് ആ ആണ്. ബാറ്റ് ആരും പറഞ്ഞെന്തെങ്കിലും പണ്ടും നമുക്കും ഇപ്പൊ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ അനുഭവമൊക്കെ അങ്ങനെ തന്നെയാണ്, മനസ്സിലാവുമായിരുന്നു. പക്ഷെ വീട്ടിൽ പറയുമ്പോൾ കാര്യമായിട്ട് എടുക്കുന്നില്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾക്കും അന്ന് അറിയില്ലായിരുന്നെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലേ. പണ്ടൊക്കെ ഭയങ്കര അമ്മമാർക്ക് ഭയങ്കര നാണമായിരുന്നു പെൺകുട്ടികളോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഓപ്പണായി അല്ലെ, പറയാൻ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അതെ, അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാറ്റമുണ്ട്. ഇപ്പം എല്ലാവരും വാർത്തകളൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും മക്കളെ കുറച്ചും കൂടെ സംസാരിക്കുന്നുണ്ട്. കുറച്ച് നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട്. പല ഇൻസ്റ്റയിലൊക്കെ എടുത്ത് ഓരോരുത്തരുടെ കണ്ടന്റ് കണ്ടില്ലേ, വളരെ ബോൾഡായിട്ട് എല്ലാവരും പല പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. മാറ്റം നല്ലത് തന്നെയാണ്. അതെ അല്ല, എല്ലാവരും അത്തരത്തിലുള്ള മാറ്റമായിക്കോട്ടെ. ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു ജനത വാർത്തെടുക്കാൻ കഴിയട്ടെ. അതിന് ഇത്തരത്തിലുള്ള സിനിമകൾ ഒരു പ്രചോദനമാകട്ടെ. അതെ, അതിന് സജീഷ് ചേട്ടനാണ് ഒരു ബിഗ് സല്യൂട്ട്. ഇതിന്റെ തീർച്ചയായിട്ടും ഡയറക്ടർ ഞങ്ങള് ഇങ്ങനെ ആർട്ടിസ്റ്റുമാരെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം മാറി നല്ല വിനീതനായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സാരില്ല നിങ്ങൾ പറയണൊക്കെ ഞാൻ ഇവിടെ നിന്ന് ആസ്വദിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയൊരു അതെ. അല്ലേ ഈ സിനിമ കൊണ്ടൊരു മാറ്റം. കാരണം നല്ലൊരു മെസ്സേജ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുന്നെടുത്തുള്ള കാരണം എന്താന്ന് ചോദിച്ചാ അല്ല അദ്ദേഹത്തിന് മുന്നെടുത്തുള്ള സിനിമകളും ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദേശം തന്നെയാണ്. ഇതിന് മുന്നെടുത്തുള്ള റബേക്ക സ്റ്റീഫൻ്റെ ചതുരമുറി എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം, അതും ഇത്തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് അതിലുള്ളത്. അതിലും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് മുന്നിൽ ചെയ്യുന്ന പല കാര്യങ്ങളിലും അതും ആ സിനിമയും വലിയൊരു ഒരു 2 million മേലെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അത്രയും മേലെ പോയിട്ടുണ്ട്, യൂട്യൂബിലുണ്ട് അത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നല്ല റെസ്പോൺസ് ആയിരുന്നു ആൾക്കാർ. അത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു സന്ദേശം കൊടുക്കുന്ന സിനിമ എടുക്കാൻ അദ്ദേഹത്തിന് അത് കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു എപ്പോഴും മെസ്സേജ് നൽകുന്ന സിനിമകളായിക്കോട്ടെ അല്ലെങ്കിൽ സീരിയലായിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്ട് മൂവീസ് ആയിക്കോട്ടെ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇതൊരു വിഷയം, ഇത് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമാകുമ്പോഴത്തേനും നമ്മൾ അതിനല്ലേ അതിൻ്റെ പ്രാധാന്യം അത്ര ഉണ്ട്. എന്നാൽ അത് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തേക്കാം. അതായത് വേറെ അനാവശ്യമായ ഡയലോഗ്സോ വേറെ സീൻസോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കാണുന്നവർക്ക് മനസ്സിലാവും എന്താണ് പുള്ളി ഉദ്ദേശിച്ചേക്കുന്നത്, സജീഷ് എന്താ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിമിലേക്ക് വന്നത്? മീര ആദ്യം പറഞ്ഞോളൂ. ഇതേപോലെ അമ്മ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇടുമ്പം ഫേസ്ബുക്കിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ രക്ഷിതാക്കളുമായിട്ട് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ പരിചയപ്പെട്ട്, അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മോളിങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ ആ ഫ്രണ്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ പുതിയൊരു ഷോർട്ട് ഫിലിം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അതിലേക്ക് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഇസ്രങ്ങളുമായിട്ട് കോണ്ടാക്റ്റായി. അങ്ങനെ സതീഷ് അങ്കിളിന് ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ സെലക്റ്റായി. അങ്ങനെ അവിടെ ചെന്ന് അഭിനയിച്ചു. എന്തുവാണ് പിന്നെ എല്ലാവരെയും കണ്ടു. പിന്നെ സതീഷ് അങ്കിൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നെ അതിങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഇത്രയും നല്ലൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയതിന്. അതെ, ഇവരെല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പൊ മോൾക്ക് അറിയായിരുന്നോ ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് അറിയാവോ? അമ്മ പറഞ്ഞോ? അമ്മ പറഞ്ഞു, പക്ഷെ ഇത്രയും ഇതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അച്ഛനൊക്കെ എന്ത് പറഞ്ഞു? ഫുൾ മൂവി കണ്ടതിന് ശേഷം വീട്ടിലെന്ത് പറഞ്ഞു എല്ലാവരും? നല്ല രസമുണ്ട് നീ അഭിനയിച്ചിരിക്കുന്ന, നല്ലതായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഇറക്കിയിരിക്കുന്നത്, അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു.
അപ്പം എനിക്ക് ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷായി. ഞാൻ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം അല്ലേ. അതെ. ഞാൻ ഫസ്റ്റ് ഞാൻ ഈ ആദ്യമായിട്ട് ആണ് ഈ ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ ഷോർട്ട് ഫിലിംസും ആൽബംസും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു തമിഴ് മൂവിയിലേക്ക് ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ. ഓക്കെ. സൂപ്പർ. അതെ. അടിപൊളി. നന്നായിട്ട് വരട്ടെ. താങ്ക് യു. ഓക്കെ. മീര, സോറി ഇതാണ് മീര. സോറി. ഓക്കെ. ചിത്ര. കണ്ടിട്ടൊരു മീരയുടെ ലുക്ക് ഉണ്ടോ? ആ, മീരാനന്ദൻ. വേറെ ആരൊക്കെയാ മീര എന്ന് പേരുള്ള ആക്ടേഴ്സ് ഉള്ളത്? മീര നന്ദനുണ്ട്, മീര വാസുദേവ് ഉണ്ട്. അപ്പൊ ചിത്രയുടെ അറിയാം, ആങ്കറാണ്, ഡാൻസറാണ്. ഡാൻസറില്ല, ഗായികയാണല്ലേ. സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഞാൻ ഈവൻസ് പ്രൊഫഷണൽ സിംഗർ എന്ന് വെച്ചാൽ സിനിമയിൽ പാടുന്നത് മാത്രമല്ല പ്രൊഫഷണൽ സിംഗിങ്. നമ്മൾ ഇവന്റ്സ് ചെയ്യണതും സ്റ്റേജ് ഷോസ് ചെയ്യണതും ചാനലിൽ ചെയ്യണതും പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ സ്റ്റേജിലും എല്ലാം പ്രൊഫഷണൽ സിംഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ സിനിമയിൽ പാടിയിട്ടൊക്കെ ഉണ്ട്, ഡബ്ബിംഗ് ഫിലിംസിലല്ലാതെ വേറെ ഫിലിംസിൽ പാടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളും കുഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ കുറേ ടൈപ്പ് ഹോട്ടൽ ഇവൻറ്റ്സ് ആവട്ടെ, അമ്പലം പള്ളി പ്രോഗ്രാംസ് ആവട്ടെ, ഗവൺമെൻറ് ഫംഗ്ഷൻസ് ആവട്ടെ, ഫാമിലി ഫംഗ്ഷൻസ്, അങ്ങനെയൊക്കെ പോയിട്ട് പാടിയിട്ടുണ്ട്. പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്, ആങ്കർ ചെയ്തിട്ടുണ്ട്, TV-യിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ്, ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ കുറച്ച് നാളായി എത്തിയിട്ട്, 10+ ഇയേഴ്സ് സ്കൂളിലായി, 14 years ഒക്കെ ആയി. പക്ഷേ ആക്ടിങ്ങിൽ പണ്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കുറച്ച് വർഷമായിട്ടുള്ളൂ ആക്ടിങ്ങിൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ സജീഷ് ചേട്ടൻ, അതായത് എൻ്റെ ഡയറക്ടർ മുഹമ്മദ് സജീഷ് ചേട്ടൻ, അദ്ദേഹം ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇതേപോലെ ഇതിൻ്റെ മുമ്പത്തെ ഷോർട്ട് മൂവിയിൽ ഞാൻ ആങ്കറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ ആക്ടിങ് ചെയ്യുന്നുണ്ട്, എനിക്ക് ആക്ടിങ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സജീഷ് ചേട്ടൻ അടുത്ത ഷോർട്ട് മൂവിയിൽ ഇങ്ങനെ വിളിച്ചതാണ്. ഇത് മാത്രമല്ല, വേറെയും സജീഷ് ചേട്ടൻ്റെ വർക്കിലൊക്കെ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്, വേറെ ആങ്കർ ഞാൻ വിളിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പലതും. അപ്പോൾ ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ എനിക്ക് കോമ്പിനേഷൻ ഉള്ളത് മീരയായിട്ടും മീരയുടെ രണ്ടമ്മമാർ, അതായത് ഒറിജിനൽ അമ്മയും മൂവിയിൽ അമ്മയായിട്ട് അഭിനയിച്ച ആൾക്കാരും, ഇത്രയും പേരാണ് ആ കോമ്പിനേഷനിൽ. പിന്നെ ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് അഭിനയിക്കുന്ന ആൾ. ഇപ്പൊ രാജി കണ്ടല്ലോ ഓൾറെഡി, ഓർമ്മയുണ്ടോ? ഇവളുടെ ഫിലിമിലെ അമ്മ ഞാനുമായിട്ട് കോൺവെർസേഷൻ ഉണ്ട്, ഇവളുമായിട്ട് കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ഇവളുടെ ഒറിജിനൽ അമ്മ ഇതിൽ ടീച്ചറായിട്ട് അഭിനയിക്കുന്നുണ്ട് ആ സ്കൂളിൽ. അപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മോനെ ഇവള് തല്ലി. അപ്പോൾ അങ്ങനെ ഞാൻ കാര്യം അറിയാണ്ട് എൻ്റെ മോനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ മൂക്കടിച്ച് പൊളിച്ചേക്കണ കണ്ടില്ലേ, ഇതെന്താണ് ഈ കുട്ടിക്ക്, എന്താണ് ഒന്നുമില്ലെങ്കിൽ ഇവള് പെണ്ണല്ലേ, ഒരു പെണ്ണിങ്ങനെയൊക്കെ തല്ലാവോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരു സീനാണ്. അതിപ്പോൾ ബാക്കി ഞാൻ ഫുള്ള് പറയുന്നില്ല, കാരണം മൂവി കാണുമ്പോൾ ആൾക്കാർ അറിയട്ടെ, അങ്ങനെയൊക്കെ. പിന്നെ പക്ഷെ എൻ്റെ നല്ലൊരു ഇതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, ഇവളുടെ ഭാഗത്ത്, എൻ്റെ മോൻ്റെ ഭാഗത്തല്ല, ഈ മോളുടെ മീരയുടെ ഭാഗത്ത്. ഇതിൻ്റെ ഇതിൽ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? അന്നല്ല, ആൻ. അപ്പൊ ആന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു അമ്മയാണ്. അങ്ങനെ എന്റെ മോന്റെ അടുത്ത് ഞാൻ സോറി ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ ഫുള്ള് പറഞ്ഞു വിട്ടു. എന്നാലും മൂവി കാണുമ്പോൾ ആൾക്കാർ ഒന്നുകൂടെ വിശദമായിട്ട് ഈ മൂവി ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ നോമിനേഷനിലൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് 10-20ഓളം നാഷണൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ പോയിട്ടുണ്ട്, നോമിനേഷൻ പോയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് കിട്ടി, ഇനിയും കുറേ സ്ഥലത്ത് നോമിനേഷൻ പോയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ മെസ്സേജ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഇത്രയും ഫെസ്റ്റിവൽസിൽ ഇതിന്റെ പേര് ശ്രദ്ധിക്കപ്പെട്ടത്. വി ആർ സോ ഗ്ലാഡ് അല്ലേ? നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വന്നത്? ഇതിൻ്റെ ഒരു തോട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെന്നും കൂടിക്കാഴ്ച സമയത്ത് ജസ്റ്റ് ഞങ്ങൾ നോർത്ത് സ്റ്റേഷനിൽ പരിസരത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജസ്റ്റ് തോട്ട് വന്നതാണ്. പിന്നെ ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസർ കണ്ടു, അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ നിന്നാണ്ട് കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാവുമായിരുന്നു. ഇതിലേറ്റവും സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നില്ല, ഒരു ഷോർട്ട് ഫിലിമിന് ഒരു ആക്ടിങ് ക്ലാസ് വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. സാധാരണ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ പിള്ളേരെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിന് നമുക്കൊരു ആക്ടിങ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് ചെയ്ത് നന്നായിട്ട് അത് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രകടനം നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആക്ടിങ് ക്ലാസ് വെച്ച് അവരൊക്കെ ഞാനടക്കം നമ്മളെല്ലാവരും ആക്ടിങ് ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൽ ക്യാരക്ടർ സാമാർക്സ് എന്ന ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് സിനിമകളൊക്കെ കുറച്ച് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് സാമാർക്സ് എന്നുള്ളൊരു ക്യാരക്ടർ ഒരു പക്ഷേ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊരു വില്ലൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ
അപ്പോൾ വേറെ അതുകൊണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മമ്മൂക്കാട് ഒരു തോപ്പിൽ ജോപ്പലിൽ ഒരു പോലീസ് ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നോർത്ത് 24 കാതം അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ലിസമ്മയുടെ വീട്, ഇപ്പോൾ ഒരു പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്, ലൈഫ് ഓഫ് ഗ്രാം എന്താ ഒരു പടം, പടത്തെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല, ചെറിയ പടമാണ്. പിന്നെ മുറിവ് എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ധ്യാൻ്റെ ഒരു പടം പേരിട്ടിട്ടില്ല, ഷൂട്ട് ഷെഡ്യൂളാണ്. ഇപ്പോൾ അതിൽ ചെറിയൊരു വില്ലനായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു സിനിമ, ഈ ഒരു മരം എന്നുള്ള സിനിമ, അതിലൊരു കഥാപാത്രം എനിക്കൊന്നും പറയപ്പെട്ടതാണ്. തീർച്ചയായും അതൊരു എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും ഇനിയും നല്ല ക്യാരക്ടർ കിട്ടും പ്രതീക്ഷയുണ്ട്. സിനിമ ഇതിലിട്ടുണ്ടായ അനുഭവങ്ങൾ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വാഗമണ്ണായിരുന്നു ഇതിൻ്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ അപ്പോൾ അവിടെ ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് കൊച്ചിയിലും കുറച്ച് ഷൂട്ട് കൊച്ചിയിലുണ്ടായിരുന്നു, വാഗമൺ ഉണ്ടായിരുന്നു. 4 ദിവസമാണ് പ്ലാൻ ചെയ്തിരുന്നത് വാഗമൺ. പക്ഷേ 5 ദിവസം എടുത്തു. അപ്പോൾ നല്ല വിഷ്വലൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അതെ, അപ്പോൾ അവിടെ നല്ല മഴയായിരുന്നു. അറിയാലോ, ബ്യൂട്ടി അറിയാലോ. അതാണ് ഷമീറാണ് ക്യാമറ ചെയ്തേക്കുന്നത്, DOP നിന്ന് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം മാഡത്തിന് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നല്ല ആ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയുള്ള സമയത്ത് ഷൂട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് മഴയും മഞ്ഞും തണുപ്പുള്ള സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും കോട പെട്ടെന്ന് അവിടെ കോട വരും, മഞ്ഞ് വരും. നമ്മൾ ഔട്ട്ഡോർ ആയതുകൊണ്ട് കോമഡി സീനൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഡയലോഗ് നമ്മൾ വർക്കൊക്കെ വരുന്നു. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു അനുഭവം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് അതിന് നല്ല സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്തു. പക്ഷേ അത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമ്മൾ കണ്ടപ്പോൾ അത് വലിയൊരു നമുക്കൊരു എന്തോ സന്തോഷമായി. കാരണം വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എടുത്തൊരു സാധനത്തിന് നമുക്ക് കാണുമ്പോഴുള്ള ഒരു ഭംഗി, റിസൾട്ട് അതാണ്. ഇപ്പം 20ഓളം അല്ലേ ഇന്റർനാഷണൽ. അതെ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി താളം തിയേറ്റർ അവിടെ വരുന്ന ഭരത് സാറിൻ്റെ സ്പന്ദനം എന്നുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് പ്രദർശനം ഉണ്ടായിരുന്നു. വളരെയധികം അപ്രീഷിയേറ്റ് കിട്ടിയ ഒരു ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പല ഷോർട്ട് ഫിലിമും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മരം എന്ന ഷോർട്ട് ഫിലിം ഞങ്ങൾ അവസാനമാണ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. പക്ഷേ ആ ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടി അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ആൾക്കാർ ഉണ്ടായി, അതിനൊരു നല്ലൊരു പ്രേക്ഷകർ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും അത് ഇനിയും ഈ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാർ കാണട്ടെ. തീർച്ചയായും ഇതൊരു നല്ല സന്ദേശമുള്ളൊരു സിനിമയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ. ചേട്ടൻ എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജീഷ് എനിക്ക് ബന്ധം വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ സജീഷ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും പവർഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, 3 പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു വേഷം. ഏതായാലും പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഏതായാലും ഇതൊന്നും അനൗൺസ് ആയിട്ടില്ല, എന്നത്തേക്കാണ് റിലീസ് എന്നുള്ള, ഏതിലാണ്, ഏത് ചാനലിലാണ്, യൂട്യൂബിലാണ് എന്ന് അതിനെപ്പറ്റിയൊന്നും തീരുമാനമായിട്ടില്ല. ഓൾറെഡി എന്താണെങ്കിലും പ്രേക്ഷകർ കാണാൻ സാധിക്കും, പ്രതീക്ഷിക്കുക. അത് കൂടാണ്ട് ഇപ്പം പുള്ളി പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കാണണം, ഫാമിലി ആയിട്ടിരുന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് പാട്ട് പൂജ അല്ലേ, പൂജ എന്ന് പറഞ്ഞാൽ അത് നല്ല പാട്ടാണ്. അതെ, പൂജയും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ധനു എന്ന് പറഞ്ഞ ആള്, അവൾക്ക് സുഖമില്ലാണ്ട്, ഒട്ടും സുഖമില്ല, അതുകൊണ്ടാണ് ഇന്ന് വരാൻ പറ്റാത്തത്. അങ്ങനെ രണ്ടുപേരും വേണമായിരുന്നു. പൂജ നല്ലതായിട്ട് പാടിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതിലെ പിന്നെ എടുത്തു പറയുന്നത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ഇതിൻ്റെ ക്യാമറ വർക്ക് എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അത് നന്നായി ചെയ്തിട്ടുള്ള ഷമീർ മുഹമ്മദ്, പുള്ളി വനിത എന്ന സിനിമ ചെയ്തിട്ടുള്ള അതിൻ്റെ DOP ആയിരുന്നു പുള്ളി. അപ്പോൾ എല്ലാവർക്കും ക്യാമറ വർക്ക്, അതിൻ്റെ DOP വർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു വിഷ്വൽ ഭംഗി, എപ്പോഴും ഒരു സിനിമയുടെ ഒരു വിഷ്വൽ ഭംഗിയാണല്ലോ അതിൻ്റെ ഏറ്റവും വലുത്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തു. എല്ലാവരും ചോദിക്കുന്ന ഒരു സാധാരണ കാരണം ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ എങ്ങനെയാണെന്നൊക്കെയുള്ള അത് ഒരു കാരണം ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ പല ഷോർട്ട് ഫിലിം നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്തും മാറി നമ്മളൊരു വലിയ ഒരു സിനിമാറ്റിക് മൂഡിൽ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ആ സിനിമ ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അവിടെ അതിനൊരു കോംപ്രമൈസും ഉണ്ടായില്ല. അതിനൊക്കെ ടെക്നിക്കൽ സൈഡൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു നമുക്ക് കാണുമ്പോൾ തന്നെ അത് നിങ്ങൾ പറഞ്ഞ സിനിമ കാണുന്ന ഒരു ഫീലിലേക്ക് അത് കൊണ്ടുവരാൻ കാരണം. അതുപോലെ തന്നെ സജീഷ് ആണെങ്കിലും ഓരോ ഷോട്ടും വളരെ ടൈം എടുത്താണ്
അത് അഭിനയിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ഇപ്പോൾ ഡയറക്ടറെ സംബന്ധിച്ചോളം ഇപ്പോൾ അദ്ദേഹം പുള്ളി ഒരു കോംപ്രമൈസ് പുള്ളി തയ്യാറല്ല. പെർഫെക്ഷൻ്റെ ആളാണ്. തീർച്ചയായിട്ടും അതിന് ഈ പറഞ്ഞ പോലെ ഒരു കോംപ്രമൈസിന് തയ്യാറാണല്ല. അതിപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ എക്സ്ട്രീം വരെ ചെയ്യിപ്പിക്കാൻ അതിന് എത്ര സമയം എടുക്കാൻ പുള്ളി തയ്യാറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു 4 ദിവസത്തിനൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാധനം ഒരു പക്ഷേ അത് കുറച്ചുകൂടി നീണ്ടുപോയത് അതിൻ്റെ പെർഫെക്ഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ നമ്മൾ വാഗമൺ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മഴ മഞ്ഞ് ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് ഷിവറിങ് ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഔട്ട്ഡോർ വെച്ചിട്ട് ഷൂട്ട് ഇട്ടാണ്. അപ്പോൾ നമുക്കത് സൈലൻ്റായി നിന്നത് മാറി നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് പോവാം എന്നുള്ളതുകൊണ്ട് അത് അത്രയും സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടി. വാഗമണ്ണും കൊച്ചിയുമാണ് ലൊക്കേഷൻ. ഈ 5 ദിവസത്തെ വർക്ക്ഷോപ്പിലാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അല്ലേ? എനിക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ അതിലൊരു അമ്മ ഈ കുട്ടിയല്ല, ഞാൻ എൻ്റെ മോനെ തല്ലി എന്ന് പറഞ്ഞുള്ള സീനല്ല ഞാൻ പറഞ്ഞത്. ആ മോനെ എനിക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നില്ല. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഷൂട്ടിങ്ങിന് അന്ന് വിളിച്ചു, ഞാൻ പറഞ്ഞല്ലോ സജി ചേട്ടനെ പരിചയപ്പെട്ടതും അതൊക്കെ അങ്ങനെ നന്നായിട്ട് പോയി. അതെ. മോൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുണ്ട് അത് ഇവരുടെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആണോ? ഞാൻ നസീറങ്കളും നായിക അഭിനയിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അല്ലാതെ ഇപ്പം ഈയിടെ എന്താണ് ഒരു ദിവസം ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടായിരുന്നല്ലോ, അപ്പോഴേ അഭിനയിക്കുന്നവരെല്ലാം കണ്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ചിത്ര ആൻ്റിയും പിന്നെ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നതും. സത്യം പറയാം, എൻ്റെ ഏത് സിനിമ നീ കണ്ടിട്ടുള്ളത്? സിനിമയല്ലേ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം ഞാൻ മഹേഷും മാരുതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചാൾസ് എന്റർപ്രൈസിൽ അഭിനയിച്ചിട്ടുണ്ട്, പട്ടാപ്പകലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണോ കേട്ടോ, പറയില്ലേ? ഇപ്പൊ തന്നെ പറഞ്ഞോ. ആള് നന്നായിട്ട് പേടിച്ചിരുന്നതാണ്, ഇപ്പൊ കൂളായിട്ടുണ്ട്. ഇതിലെന്റെ അമ്മ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടീച്ചർ വേഷമായിരുന്നു. അമ്മ ഇങ്ങനെ പിന്നാമ്പുറത്തിരിക്കുകയാണ്, മുന്നോട്ട് വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവളുടെ 2 അമ്മമാർ വരുന്നു. സിനിമയിലെ അമ്മയും ഒറിജിനൽ അമ്മയും രണ്ടുപേരും. അത് ഒറിജിനൽ അമ്മ ടീച്ചറായിട്ടും ഫിലിമിലെ അമ്മ ഫിലിമിലെ അമ്മ അത് തന്നെ. പിന്നെ പുള്ളിക്കാരത്തിക്കും വരാൻ പറ്റിയില്ല, സോറി പുള്ളിക്കാരത്തിക്കും വരാൻ പറ്റിയില്ല. പുള്ളിക്കാരത്തി ട്രിവാൻഡ്രം സ്വദേശിനിയാണ്, ഇവിടെ അമ്മയായിട്ട് അഭിനയിച്ചത്. കുറച്ച് ഇന്നത്തെ ദിവസം ഷെഡ്യൂൾ അമ്മയുമായിട്ടുള്ള സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മള് കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലേ എന്നാൽ വാക്കുകൾ കുറച്ചേ ഉള്ളെങ്കിലും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. കറക്റ്റ്. അതെ, വലുതായി കഴിയുമ്പോൾ ആ കുട്ടിയിൽ തോന്നി അത് ഭയങ്കര മെസ്സേജ് ആയിരുന്നു കേട്ടോ. ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും എന്തോ പറയണ്ടായിരുന്നല്ലോ, പറഞ്ഞു. എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആൻറ്റി ആണെങ്കിലും ഇപ്പം ഇപ്പോൾ ഒരു ഷൂട്ട് എടുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്യുമല്ലോ, അതിന് ഇടയ്ക്ക് വെച്ച് പറയും നന്നായിട്ടൊക്കെ അഭിനയിക്കണം, എന്താണ് അവർ തെറ്റൊക്കെ പറഞ്ഞു തരുമല്ലോ, അങ്ങനെ ചെയ്യണം കേട്ടോ. എനിക്ക് എൻ്റെ കൂടെ അഭിനയിക്കുന്നവരും പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ നല്ലതായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഞാനും പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തോ. എല്ലാവരും എനിക്ക് പറഞ്ഞായിരുന്നു നന്നായിട്ട് അഭിനയിക്കണം. പിന്നെ അവരൊന്ന് കഴിയുമ്പോഴും പറയും നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നുകൂടി അത് ഹാപ്പി ആയിട്ട് തോന്നും, ഞാൻ അഭിനയിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ടെൻഷൻ വരത്തില്ലല്ലോ. അപ്പോൾ എന്നെ കൂളാക്കി അഭിനയിപ്പിക്കാനല്ലേ നോക്കത്തുള്ളൂ. നമ്മൾ ടെൻഷനായിട്ടിരുന്നാൽ അത് വല്ലാതെ ബോറാകത്തില്ല ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. ചെറിയ താരങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു അല്ലേ? 2 താരങ്ങളായിരുന്നല്ലോ. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ചെറിയ താരം നോക്കണ്ട കേട്ടോ, ഇവള് മൂക്കടിച്ച് പൊളിക്കുന്നുണ്ട് മറ്റേ കൊച്ചിന്റെ. അതാണ് ആ സീനല്ലേ, റെഡ് ആയിട്ട് ടോം ആൻഡ് ജെറിയിൽ ടോമിനെ കാണിക്കില്ലേ, അതുപോലെ. പ്ലീസ് സജീഷ് ഇങ്ങനെ ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ കുട്ടികളൊക്കെ നോക്കി. അപ്പോൾ ഞാൻ ഇവരുടെ അമ്മയായിട്ട് എനിക്ക് പറഞ്ഞല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോ ജസ്റ്റ് കാണിച്ചത് പറഞ്ഞു സജീഷ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് നോക്കി നോക്ക് എന്ന് പറഞ്ഞു. വിളിച്ചു വരുത്തി. അപ്പോൾ കണ്ടു, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചപ്പോൾ അവർക്ക് ഓക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലർക്ക് നമുക്ക് നിയോഗങ്ങളാണ്. ഇപ്പോൾ ചില സിനിമയിൽ വരിക അല്ലെങ്കിൽ ചില സംഭവം. ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ പല നിമിത്തങ്ങൾ. ഇപ്പോൾ തോപ്പിൽ ജോപ്പ് എന്നുള്ള സിനിമ സത്യം പറഞ്ഞ് അത് നമുക്കൊന്ന് കിട്ടാൻ സിനിമ. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് മനീഷ് മഹാരാഷ്ട്രൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ മോളാണ് അതിലൊരു വേഷം എനിക്ക് കിട്ടിയത്. അതുപോലെ പല സിനിമകളും എന്നെ സംബന്ധിച്ച് എനിക്ക് ചിലപ്പോൾ നിമിത്തങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇവർക്കും അങ്ങനെ ഒരു നമ്മളെ വഴി ഒരു സംഭവം കിട്ടിയതിൽ അത് അങ്ങനെ ഒരു വേഷം കിട്ടിയതിൽ ഏറ്റവും വലിയൊരു
സന്തോഷമുള്ള കേസാണ്. തീർച്ചയായിട്ടും അവർക്ക് അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നന്നായി. അത് ഞാൻ കാരണം ഒന്ന് അല്ലേ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും നന്നായിട്ട് അല്ല. പ്രൊമോഷൻ ചെയ്തു. അതെ അതെ, ഇവിടെ നസീർ അങ്കിൾ എന്ന് 2-3 തവണ പറഞ്ഞു. പറഞ്ഞു ഇദ്ദേഹമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു തമിഴ് പടം വിളിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഇപ്പോൾ ലൈവായിട്ട് ഓൺലൈൻ ഓഡീഷൻ ചെയ്തു ഓ കൊടുത്തു. അത് ശരി. അതവർ അമ്മ ரொம்ப நல்லா இருக்கட்டா എന്നൊക്കെ അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലൊരു സിനിമ ആവട്ടെ, അവിടെ നല്ലൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും അതിൽ ഇതിന്റെ ഗോഡ്ഫാദർ ആണ്. അതെ അതെ പ്രൊമോഷൻ. അല്ല അപ്പം ഈ ഡയറക്ടർ നിങ്ങളെ വെറുതെ ഒന്നും എടുത്തല്ല. അല്ല, അപ്പൊ അതിന്റെ ഒരു കാരണക്കാരൻ അതെ എന്നും ഓർക്കണം, എന്നും ഓർക്കണമെന്ന്. അതെ, അവള് പാവം പേടിച്ചിരിക്കുക, അതാണ് എല്ലാം. നല്ല ആർട്ടിസ്റ്റാണ്. ചേട്ടൻ പറഞ്ഞിരുന്നു 3 പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു, അഭിനയിക്കാൻ വന്നപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് പൊതുവെ ആൾക്കാരെല്ലാം പറയാറുണ്ടല്ലോ, എല്ലാവരും പ്രായമുള്ളവർക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നോട് ഒറ്റ കാര്യം ചോദിച്ചു, ഇവിടെ തനിക്ക് ഇത് പറ്റിയില്ല, ഇത് ശരിയാവൂല ഇത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാരണം ചോദിച്ചു. അപ്പം അവൻ എന്നോട് പറഞ്ഞത് തനിക്ക് 3 പെൺകുട്ടികളല്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഏത് റോളും ചെയ്യാം, എല്ലാവർക്കും എല്ലാം പറ്റില്ല എങ്കിൽ പോലും നമുക്ക് പറ്റുന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. സജീഷ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു, ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഒന്നും നമ്മൾ നോ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നസീർ പറഞ്ഞാൽ എനിക്കും കൂടുതൽ താല്പര്യം വില്ലൻ വേഷങ്ങൾ ചെയ്യാനായിട്ട്. അതും ഒരു ഡയലോഗ് പോലും ഇല്ലാതെ എക്സ്പ്രഷൻ കൊണ്ട് മാത്രം. ആക്ടർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അല്ലേ, ഡയലോഗ് മാത്രമല്ലല്ലോ, എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഇപ്പൊ എന്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുള്ള ഒരു അതാണ് തൊപ്പി വെച്ചിരിക്കുന്നത്. തൊപ്പി വെച്ചാണ്. അപ്പോൾ ഇതിന്റെ പ്രിവ്യൂ ഷോ ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ അതിൽ മുഖ്യ അതിഥിയായിരുന്ന സുകുമാരൻ സാർ, ക്യാമറമാൻ. അപ്പോൾ അദ്ദേഹം അത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതില് നായകൻ എവിടെയെന്ന് ഉള്ളൊരു സംഭവം. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാനാണ് നായകൻ. നിങ്ങളാണോ? അപ്പോൾ നിങ്ങളത് അപ്പിയറൻസ് ഭയങ്കര മാറ്റമുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അത് എനിക്ക് വലിയൊരു അപ്രീഷിയേറ്റ് ആണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രൂപവും അദ്ദേഹം പറഞ്ഞിട്ടാണ് അത് എന്നെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിട്ട് വെട്ടിച്ചതാണ്. നീ ഇതിൽ അഭിനയിക്കണോ എന്നാ മുടി വെട്ടിക്കോ. ഓ അത് ശരി. ഞാൻ ഓർത്തു മുടി ഇല്ലാത്തോണ്ട് ക്യാപ്പ് വെച്ചെന്ന് ഓർത്തേ. അല്ല നമ്മള് സിനിമ കാണുന്നവർക്കല്ലേ അറിയുള്ളൂ. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിന് വേണ്ടി ചെയ്തു. പക്ഷെ ആ സാധനം ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ട്രേഡ് മാർക്കാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എല്ലാവരും അത് കാരണം വെച്ചാൽ പലപ്പോഴും ഇത് നീ തന്നെയാണോ ഹെയർ സ്റ്റൈൽ കട്ടിങ് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കതൊരു സന്തോഷമുള്ള സാധനം. പലരും അത് നീ തന്നെയാണോ എന്നുള്ള ഒരു സാധനം വേണ്ട. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. അതെ, നായിക ഉണ്ടായിരുന്നു ധനുവിന്റെ അഭിനയവും ധനു ദേവിക. എങ്ങനെയുണ്ട്? ഓ ശരി ശരി. പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സോറി അവരും എൻ്റെ ഒപ്പം നന്നായിട്ട് ചെയ്തിട്ട് കുട്ടിയാണ്. അവർ നല്ല സജീഷിന്റെ വേറൊരു മൂവിയിലുണ്ടായിരുന്നു, വേറെ ഷോർട്ട് മൂവി, 2 നായികമാരിൽ ഒരാളാണ്. ഓ അത് ശരി, നന്നായിട്ട്. കാരണം ആ ഒരു പേടിയോ അല്ലെങ്കിൽ എന്ത് തുറന്നു പറയാൻ ആ ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ലാസ്റ്റ് സീനൊക്കെ വരുമ്പോ ആദ്യം കാണുന്ന ആളല്ല, ലാസ്റ്റ് സീൻ കാണുന്നത്. അത് വലിയൊരു അവരതില് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശരിക്കും ഒരു ഭാവിയുള്ള കുട്ടി എന്ന് പറയാം. തീർച്ചയായിട്ടും അവർക്ക് ഇനി സിനിമയിൽ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. കുട്ടി ആദ്യം പേടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം പറയാറുണ്ട്. അതങ്ങനെ വരുള്ളൂ. തുടക്കം ആദ്യമേ ഭയങ്കര പേടിച്ചൊക്കെ ഇരുന്നില്ല. അതെ അതെ, സാധാരണ നേരെ തിരിച്ചാണ്. അതായത് ക്യാമറ കാണുമ്പോഴാണ് പേടി വരുന്നത്, അതിന് മുന്നേ തന്നെ പേടിയായിരുന്നു. ക്യാമറ കണ്ടപ്പോ ഓക്കെ ശരിയല്ലേ മോളെ? അതല്ല നമ്മളൊക്കെ പ്രോത്സാഹിപ്പിച്ചില്ലേ, ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ അല്ലേ, പ്ലീസ് എന്തോരം നിന്നെ പ്രോത്സാഹിപ്പിച്ചു അവിടെ ഇരുന്നപ്പോഴൊക്കെ. എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ മതി. അല്ല ഇപ്പം കോളേജുകളിലൊക്കെ ചെന്നിട്ട് ഈ സിനിമ കണ്ടതിന് ശേഷം എല്ലാ കുട്ടികളൊക്കെ എന്താ പറയുന്നത്? ഇപ്പൊ തുറന്നു പറഞ്ഞു എന്ന് എല്ലാരും പറഞ്ഞു, എങ്കിലും പൊതുവെ എന്താണ് ആൾക്കാർ പറയുന്നത്? സത്യം പറഞ്ഞാല് ഞങ്ങൾ വിചാരിച്ചാലും ഇതായിരുന്നു കിട്ടിയത്. എൻ്റെ ഫീഡ്ബാക്ക് ഭയങ്കര പ്രോത്സാഹനം കിട്ടിയത്. കോളേജുകളിൽ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വിമൻസ് കോളേജിലാണ് അത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു
ആ കുട്ടികളുടെ ഒരു വികാരം അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ മനസ്സിനുള്ളിൽ ഒതുക്കിയിട്ട് കൊണ്ടുനടക്കുന്ന സാധനങ്ങൾ പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ അവർക്ക് അത് പറയണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർജവം തോന്നിയിരുന്നെങ്കിൽ ഈ സിനിമ എത്രയും അവരുടെ ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ഞാൻ സിനിമ അവർക്ക് അത്രമാത്രം അതിലേക്ക് കയറാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഈ മരം എന്നുള്ള ഷോർട്ട് ഫിലിം അങ്ങനെ ഒരു അവർക്ക് അത്രമാത്രം ഒരു റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡയറക്ടർക്കും ഇതിൻ്റെ ക്രൂ അംഗങ്ങൾക്കും അത് അഭിമാനിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. ഓക്കെ, ഈ സിനിമ ഇനി കാണാനായിട്ട് ഇനി ഏത് പ്ലാറ്റ്ഫോമുകളിലാണ് റിലീസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഡയറക്ടർ എന്ത് പറഞ്ഞു? ഇപ്പോൾ ഷോർട്ട് ഫിലിം ഇപ്പോൾ ഫെസ്റ്റിവലിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഏകദേശം മൂവി വേൾഡ് തന്നെ ആവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അത് കൺഫേം ആയിട്ടില്ല. എന്നാലും മൂവി വേൾഡ് തന്നെയായിരിക്കും ചെയ്യുന്ന ഒരു പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും, പടമെല്ലാം സക്സസ് ആകട്ടെ. ഇനിയും ഒഫീഷ്യൽ എൻട്രി ലഭിച്ചു, ഇനിയിപ്പം നിങ്ങൾക്ക് പുരസ്കാരം കിട്ടിയെന്നുള്ള വാർത്തയായിരിക്കും നമുക്ക് കേൾക്കാൻ വരുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു രാജി, താങ്ക് യു മൂവി വേൾഡ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു, വെൽക്കം.